നമ്മൾ ഇന്നലെ വരുന്ന വഴിക്ക് ഇതാ സ്ട്രോബെറി വാങ്ങിയിട്ടുണ്ടായിരുന്നു. 2008 വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ കയറിയതാണ്. അടിപൊളി ടേസ്റ്റ്. ഇപ്പം സ്റ്റാർട്ട് ചെയ്യാണ് ബ്ലൂ വൈലിക്ക്. ഞാൻ കുറച്ച് വൈറ്റ് വൈൻ കഴിക്കാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് റെഡി ആയിട്ട് ഇവിടെ സൺസെറ്റ് കാണാനായിട്ട് സിറ്റി ഓഫ് 1000 വിൻഡോസ് എന്നാണ് വിരാട്ടിനെ പറയണേ. അപ്പൊ അത് കാണാനായിട്ട് നമ്മൾ പോകാൻ പോവാണ്. ഭയങ്കര അടിപൊളി വ്യൂ. നമ്മളിപ്പോ ഉള്ളത് ബീററ്റിലാണ്, സിറ്റി ഓഫ് 1000 വിൻഡോസ്. ഇപ്പോൾ ഡേ ലൈറ്റ് കൂടുതലായതുകൊണ്ട് തന്നെ കുറച്ച് വെളിച്ചമുണ്ട്, ഒരു 7 മണിയൊക്കെ ആയിട്ടും. അപ്പൊ നമ്മളുണ്ടായിരുന്ന ബ്ലോറിന്ന് 1.5 മണിക്കൂർ ഡ്രൈവ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ബീററ്റ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തെത്തും. 2008 വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ കയറിയതാണ് ഈ ഒരു ഏരിയ ബീററ്റ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. നാളായിട്ട് അൽബേനിയയിലേക്ക് വരാനായിട്ട് പ്ലാൻ ചെയ്യണ സമയം തൊട്ട് ഇങ്ങനത്തെ വീഡിയോസ് കാണുന്ന സമയത്ത് നമുക്കത് കണ്ട് 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 ഇപ്പൊ റിയാലിറ്റിയിലേക്ക് വന്നപ്പം എന്തോ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് പോലെ. അത്രയ്ക്ക് സെനിക്കായിട്ടുള്ള ഒരു വ്യൂ ആണ് ഇവിടെ ഉള്ളത്. ഭയങ്കര രസം നേരിട്ട് കാണാൻ. ഞങ്ങൾ ഇന്നേ വരെ പോയാല് ഇത്രയും ഒരു ഹിസ്റ്ററി കാണുമ്പോ തന്നെ എത്രയോ ടൈപ്പ് ആൾക്കാർ താമസിച്ചിരുന്ന ഒരു ഏരിയ പോലെ. ഭയങ്കര ഒരു ഹാപ്പനിങ് സിറ്റി. ശരിക്കും വീഡിയോയിലല്ല എൻ്റെ ഭംഗി. എത്ര നമ്മൾ ക്യാപ്ചർ ചെയ്യാൻ നോക്കിയാലും ഈ ഒരു വൈബ് നമുക്ക് വീഡിയോയിലേക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല. അത് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഒരു റിവറാണ്. ഇവിടെ ഒരു വലിയ മൗണ്ടെയിൻ ആൻഡ് ഇവിടെ 1000 വിൻഡോസ്. അതിൻ്റെ സൈഡിൽ ഒരുപാട് ചെറിയ ചെറിയ കഫേസ്, റെസ്റ്റോറൻറ്റ്സ്. സോ ബ്യൂട്ടിഫുൾ. നമ്മളിതാ അവിടെ നിന്ന് വന്ന സമയത്ത് ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. നമ്മൾ നേരത്തെ കാണിച്ച പോലെ ഫൈനലി നമ്മൾ ഇവിടെ കയറി. അധികം തിരക്കില്ല, അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് എന്തെങ്കിലും വിശപ്പിന് കഴിക്കാൻ പാകത്തിന് വാങ്ങിക്കാമെന്ന് കരുതി. ഞാൻ ഡ്രൈവ് ചെയ്യണോണ്ട് ആൽക്കഹോൾ ഒന്നും കഴിക്കാൻ പറ്റില്ല, ഈവൻ വൈൻ പോലും കഴിക്കാൻ പറ്റില്ല. അൽബേനിയയിൽ കുറച്ച് സ്ട്രിക്റ്റ് ആണെന്നാണ് നമ്മൾ നെറ്റിലൊക്കെ നോക്കിയപ്പോൾ കണ്ടത്. അപ്പം ഞാൻ കുറച്ച് വൈറ്റ് വൈൻ കഴിക്കുകയാണ്. ഇവിടെ പാസ്ത വന്നിട്ടുണ്ട്. കണ്ടിട്ട് ഭയങ്കര ടേസ്റ്റ് ആയിട്ടാ തോന്നണേ. എന്തായാലും ഇന്നലെ കഴിച്ചതിന് കാര്യമായ ടേസ്റ്റ് ഉണ്ടായില്ല. അപ്പം ഇന്നത്തെ പെനെ പാസ്ത വിത്ത് ബേക്കൺ എങ്ങനെയുണ്ട് നോക്കാം. നമ്മൾ പെനെ പാസ്ത വിത്ത് ബേക്കണാണ് വാങ്ങിയിട്ടുള്ളത്. എങ്ങനെയുണ്ടെന്ന് കഴിച്ചു നോക്കാം. അടിപൊളി ടേസ്റ്റ്. സമാധാനമായിട്ട് കഴിക്കട്ടെ. ഗുഡ് മോർണിംഗ്. ഞങ്ങൾ രാവിലെ എണീറ്റിട്ട് ഫുഡ് കഴിക്കാൻ പോവാണ്. ഈ 1500 രൂപയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയാണ് ഇവർ ഇൻക്ലൂഡഡ് ആക്കണേന്ന് അറിയില്ല. എന്തായാലും ഫുഡ് ഇൻക്ലൂഡഡ് ആണ്. ഹലോ, ഗുഡ് മോർണിംഗ് ഫ്രം അൽബേനിയ. ഒലീവ് ഓയിലാണ് തോന്നി മുട്ടയൊക്കെ പൊരിച്ചാണത്. ഗുഡ് മോർണിംഗ് ഫ്രം അൽബേനിയ. ഞങ്ങൾ ഇപ്പം സ്റ്റാർട്ട് ചെയ്യാണ് ബ്ലൂ വൈലിക്ക്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം അൽബേനിയയിലേക്ക് വരാനായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം, അല്ലെങ്കിൽ എത്രയും കാണാൻ ആഗ്രഹിച്ചൊരു കാര്യമാണ് ബ്ലൂ ഐ. സോ നമ്മൾ അവിടേക്കുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്യാണ്. ബോംബെയൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണെന്നാണ് ഇതിനു മുമ്പ് നമ്മുടെ ഫ്രണ്ട്സൊക്കെ പോയിട്ട് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും നോക്കാം.
പിന്നെ ഈ ഒരു അക്കോമഡേഷൻ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര ഒരു അൽബേനിയൻ ടച്ചുള്ളൊരു ഏരിയ, ഭയങ്കര ട്രഡീഷണൽ ടൈപ്പ്. എനിവേ, ബീറട്ടേന്ന് ബ്ലൂ ഐയുടെ ഏരിയയിലേക്ക് ഏകദേശം ഒരു 3 മണിക്കൂറിൻ്റെ യാത്രയുണ്ട്. ഞങ്ങൾ രാവിലെ തന്നെ സ്റ്റാർട്ട് ചെയ്തു. ഒരു ഉച്ചയാകുമ്പോഴേക്കൊക്കെ എത്തും. അവിടെ നമുക്ക് 2-3 പ്ലേസ് കവർ ചെയ്യാനുണ്ട്. ഡേ ടൈം കൂടുതലായതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ കുറച്ച് ഏരിയ കവർ ചെയ്യാൻ പറ്റുമെന്ന് കരുതാം. ഇന്നലെ നമ്മൾ വിചാരിച്ച ഏരിയാസ് ഒക്കെ തന്നെ നമുക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം ബ്ലൂ ഐ ആണ് എനിവേ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ. അവിടെ എത്തിയാൽ തന്നെ അൽബനിയിൽ എത്തിയത് ഫുൾഫിൽ ആയ പോലെയാണ്. അവിടെ നിന്ന് ഒരു അരമണിക്കൂറൊക്കെ ഡിസ്റ്റൻസിൽ തന്നെ നമുക്ക് സെറാണ്ട, സാമിൽ എന്നൊക്കെ പറഞ്ഞ പ്ലേസസ് ഉണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്, സൈഡിൽ മൗണ്ടൈൻ ഒക്കെ ആയിട്ട്. അപ്പം എന്തായാലും പോകുന്ന വഴിയുള്ള കാഴ്ചകൾ കാണിച്ചു തരാം. ഇന്ന് ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. പിന്നെ ഏതെങ്കിലും ഒരു കൺട്രിയിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ഏരിയ ആയിട്ട്, അവിടുത്തെ ഒരു ആൾക്കാരായിട്ട്, ഫുഡൊക്കെ ആയിട്ട് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ആവാനും ഒന്ന് അഡാപ്റ്റ് ആവാനായിട്ടൊക്കെ കുറച്ച് ടൈം എടുക്കും. അങ്ങനെ ആയ ഒരു പെർഫെക്റ്റ് ഡേ ആണത്. ഈ ഒരു ക്ലൈമറ്റ് ആയിട്ടും ഇവിടുത്തെ ഒരു ഫുഡ്, ഇവിടുത്തെ ആൾക്കാരൊക്കെ ആയിട്ടൊക്കെ കുറച്ചൊക്കെ സെറ്റായി. അതുകൊണ്ട് തന്നെ ഇന്ന് ഭയങ്കര ഒരു കംഫർട്ട് ഫീൽ ഉണ്ട്. സോ ആ ഒരു കംഫർട്ട് ഫീലോടുകൂടി തന്നെ നമുക്ക് ഓരോ സ്ഥലങ്ങളായിട്ട് കണ്ടു തുടങ്ങാം. നമ്മൾ ഇന്നലെ വരണ വഴിക്ക് ഇതാ സ്ട്രോബെറി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഓറഞ്ച് കഴിച്ചു നോക്കി, മധുരം കുറവായിരുന്നു. പക്ഷെ ഇതൊന്ന് കഴിച്ചു നോക്കാം. നല്ല സ്മെല്ലുണ്ട്, നല്ല കളറുണ്ട്. നമ്മൾ യൂഷ്വലി കഴിക്കാറുള്ള സ്ട്രോബെറിയുടെ അത്രയും മധുരമില്ല. പിന്നെ നമ്മൾ ലോങ് ഡ്രൈവൊക്കെ ഇങ്ങനെ പോകുമ്പം ഇടയ്ക്ക് റീഫ്രഷ്മെന്റിനായിട്ട് ഇങ്ങനെ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുമ്പം ഒരു രസം, അത്രേ ഉള്ളൂ. നോർമൽ സ്ട്രോബെറിയുടെ മധുരമൊന്നും ഇതിനില്ല. ടേസ്റ്റും കുറവാണ്. അതുപോലെ തന്നെ ഓറഞ്ചിനാണെങ്കിലും ടേസ്റ്റ് കുറവാണ്. ഈ കാണുന്നതാണ് ബ്ലൂ ഐയിലേക്ക് പോകാനുള്ള എൻട്രൻസ്. നമുക്ക് കാർ പാർക്ക് ചെയ്തിട്ട് കുറച്ച് നടക്കാനുണ്ട്. നമ്മുടെ ഈ ബാക്കിൽ കാണുന്നതാണ് ബ്ലൂ ഐ. നമ്മൾ ആദ്യം വന്നത് ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് ആയിരുന്നു. അത് കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു എക്സൈറ്റ്മെൻറ്റ് എത്ര പറഞ്ഞറിയിച്ചാലും മതിയാവില്ല. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആണ്. ഈ ഒരു ടർക്കോയ്സ് ബ്ലൂ കളറിലെ ഒരു റിവർ എവിടെയും കണ്ടിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് ലൈഫിൽ. ഭയങ്കര രസം. നമ്മുടെ ബാക്കിൽ ഈ കാണുന്ന ബ്ലൂ ഐ നാച്ചുറൽ ആയിട്ടുള്ള വെള്ളമാണ്. അത് അണ്ടർ വാട്ടർ കേവ് സിസ്റ്റം കാരണം പല ബ്ലൂവിൻ്റെ ഷെയ്ഡിലാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. നിയർലി ഒരു 200 മീറ്റേഴ്സ് ഉണ്ടെന്നാണ് തോന്നുന്നത്. പല ബ്ലൂവിൻ്റെ ഷെയ്ഡും ഗ്രീൻ്റെ ഷെയ്ഡും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. നേരത്തെ കാണിച്ച പോലെ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. നമ്മൾ ഈ ചില ഡ്രീംസിലൊക്കെ കാണുന്ന പോലെയുള്ള എക്സാക്ട്ലി ആ ഒരു
പ്ലേസ്. നല്ല രസമുണ്ട് ഇവിടെ നിൽക്കാനായിട്ട്. നമ്മൾ തിരിച്ചു പോണ വഴിക്കുള്ള ഒരു ഏരിയ ആണ്. ഞങ്ങൾ ബ്ലൂ വായി കണ്ട് വണ്ടി പാർക്ക് ചെയ്തേക്കുന്ന സ്ഥലത്തേക്ക് നടക്കുകയാണ്. ഭയങ്കര ഒരു എക്സ്പീരിയൻസ്. ഇതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നോ അല്ലെങ്കിൽ എത്രത്തോളം ഹാപ്പി ആണെന്നോ പോലും പറയാൻ പറ്റുന്നില്ല. അത്രയ്ക്കൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ്. സത്യം പറഞ്ഞാൽ നമ്മൾ അൽബേനിയയിലേക്ക് വന്നതിൻ്റെ മെയിൻ ഒരു റീസൺ ഈ ഒരു ബ്ലൂ വായി കാണാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ നമ്മൾ കുറേ വീഡിയോസിൽ ഇതിങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും ഭംഗിയുണ്ട് നേരിട്ട് കാണാൻ എന്നുള്ളത് ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല. ശരിക്കും നമുക്ക് വീഡിയോയിൽ ഇപ്പോൾ എത്രത്തോളം ആ ഒരു കാര്യം കൺവേ ആയിട്ടുണ്ടെന്നുള്ള അറിയില്ല. ശരിക്കും നമ്മൾ അതിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ഒരു പാറയുടെ ഉള്ളിൽ നിന്ന് വെള്ളം ഇങ്ങനെ വരണത് ശരിക്കും നമുക്കിങ്ങനെ കാണാൻ പറ്റും. അത് പല പല ബ്ലൂ ഷെയ്ഡിലേക്ക് പോണതും അതിൻ്റെ താഴെ വരെ ഇങ്ങനെ മണ്ണും കല്ലും ഒക്കെ ക്ലിയർ ആയിട്ട് നല്ല ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ. ഞങ്ങൾ ബ്ലൂ വായിന്ന് തിരിച്ചു വരുന്ന വഴി കണ്ട ഒരു പള്ളിയാണ്. അൽബേനിയയിലെ ഫസ്റ്റ് പള്ളിയാണ് ഞങ്ങൾ കയറാൻ പോകുന്നത്. പക്ഷെ ഇവിടെ എൻട്രൻസ് ഉണ്ടോയെന്ന് അറിയില്ല. എന്തായാലും ഇവിടെ നിന്നിട്ടൊന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ. കുറച്ച് ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്, വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. അൽബേനിയയിലെ വിശേഷങ്ങൾ ഇനിയും ഒരുപാടുണ്ട്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. നമ്മൾ അൽബേനിയയിൽ ഇനിയും 2 ദിവസം കൂടി സ്റ്റേ ചെയ്തിട്ടുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ മോണ്ടിനീഗ്രോയിലും പോയിട്ടുണ്ട്. സോ അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.